ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. കുറച്ചൊരു ബിസി മോർണിംഗ് ആയിരുന്നു. രാവിലെ എണീറ്റു, ചായയൊക്കെ ഇട്ടു. ഇന്ന് കുളിക്കാൻ നിന്നില്ല, കാരണം എനിക്കിന്ന് അമ്പലത്തിലൊന്ന് പോകണം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഡിഷസൊക്കെ വച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മീൻ എടുക്കണം എന്നുള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കാക്കയ്ക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത്. കുളി കഴിഞ്ഞിട്ട് എനിക്കെന്തോ രാസ്നാദിപ്പൊടി ഒരു അഡിക്ഷനാണ്. എനിക്ക് കുളി കഴിഞ്ഞ ഉടനെ രാസ്നാദിപ്പൊടി, അത് കോൾഡ് മാറും അങ്ങനെ ഉള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. എനിക്കെന്തോ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഉണ്ടോ രാസ്നാദിപ്പൊടി അഡിക്ഷനായിട്ടുള്ളവർ? അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് എപ്പോഴും രാസ്നാദി തലയിൽ തിരിയാറുണ്ട്. കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചെയ്ത് അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണിന്ന് പോകുന്നത്. തച്ചമ്മൻ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം, അത് വെള്ളനാട് തുമ്പറ വീടിൻ്റെ കുടുംബക്ഷേത്രമാണ് ഈ അമ്പലം. അപ്പോൾ അവിടെ ഇന്ന് ചാന്താട്ടം നടക്കുകയാണ്. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ട് ചേച്ചി എല്ലാ ചാന്താട്ടത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചാന്താട്ട അർച്ചന കൊടുക്കാറുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് അർച്ചനയുടെ പ്രസാദമൊക്കെ മേടിക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾ. ഇത് കാണുന്നത് വെള്ളനാട് ശ്രീ മുടിപ്പുര ദേവി ക്ഷേത്രമാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. ഇരട്ട തൂക്കമൊക്കെ നടക്കുന്ന ഒരു ടെമ്പിളാണിത്. അങ്ങനെ ഞങ്ങൾ പോയി. ഇത് ഇപ്പോൾ കണ്ടത് സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു അച്ഛനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. അച്ഛൻ സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോഴെല്ലാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ, അവിടെ പോകുമ്പോഴെല്ലാം എനിക്ക് അതുവഴി പോകുമ്പോഴെല്ലാം അച്ഛനെ ഓർമ്മ വരും. അപ്പോൾ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞത് ചാന്താട്ടം എന്ന് പറഞ്ഞത് അത് നോർത്ത് കേരളയിലൊക്കെ ചാന്താട്ടം നടക്കാറുണ്ട്. ഈ സൗത്ത് കേരളയിൽ ചാന്താട്ടം നടക്കുന്നത് വളരെ വെരി ഫ്യൂ ടെമ്പിൾസിലാണ് നടക്കുന്നത്. ഈ ചാന്താട്ടം എന്ന് പറഞ്ഞാൽ ഈ ദേവിയുടെ വിഗ്രഹം സ്വർണ്ണം പൂശാനോ വെള്ളി പൂശാനോ ഒന്നും പറ്റില്ല. കാരണം അത് ദാരുശില്പമാണ്. എന്ന് വെച്ചാൽ വരിക്കപ്ലാവിൽ ഒറ്റത്തടിയിൽ തീർത്ത ഒരു വിഗ്രഹമാണ് ദേവിയുടെ. ഈ ചാന്ത് എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായിട്ടുള്ളൊരു കൂട്ടാണ്. അഷ്ടദ്രവ്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ്. അത് രക്തചന്ദനം, ചന്ദനം, എള്ള്, ഇതാണ് ചാന്ത്. ഇതാണ് പ്രസാദമായിട്ട് കിട്ടുന്നത്. രക്തചന്ദനം, ചന്ദനം, എള്ള് എന്നൊക്കെയുള്ള അതൊക്കെ ചേർത്ത്, എനിക്ക് എല്ലാം അറിയില്ല, അതൊക്കെ ചേർത്തിട്ട് കിട്ടുന്ന ഒരു കൂട്ടാണ്. അങ്ങനെ ചാന്താട്ടമൊക്കെ കഴിഞ്ഞു, പ്രസാദം വാങ്ങി തിരിച്ച് എത്തി. ഇത് കാട്ടാക്കട ബസ് ഡിപ്പോ ആണ്. കാട്ടാക്കടയിലുള്ള ബസ് സ്റ്റാൻഡാണത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്തപ്പോൾ ഈ വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചതാണ് മുടിപ്പുര ക്ഷേത്രത്തിൽ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഓൺ ദ വേ കുഞ്ഞമ്മയ്ക്കും മാമനും പ്രസാദം കൊടുക്കണം. അപ്പോൾ 2 ബോക്സിലായിട്ടാണ് അവർ പ്രസാദം തന്നത്, പാൽപ്പായസം. അപ്പോൾ കുഞ്ഞമ്മ എടുത്ത ഹാഫ് കുഞ്ഞമ്മ എടുത്തിട്ട് ഹാഫ് അനിമാമന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഏത് അമ്പലത്തിൽ പോയി എവിടുത്തെ പ്രസാദം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് മാമൻ്റെ അവിടെ പോയി. ഇത് കുഞ്ഞമ്മയുടെ വീട്ടിൻ്റെ താഴെയുള്ള സ്പേസാണ്. അവിടെയാണ് അമ്മുമ്മയും അപ്പൂപ്പനെയും ക്രിമേറ്റ് ചെയ്തിരിക്കുന്നത്. കാടൊക്കെ എടുത്താണ്, 1 മാസമായതേ ഉള്ളൂ. മഴ പെയ്ത് വീണ്ടും കാട് കയറിയതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വെൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാനും കുറച്ച് ലേറ്റായത്. വെൽഡിംഗ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടനെയും ചേച്ചിയും ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പേരും ഹാപ്പിലി വെളിയിലുള്ള എയറൊക്കെ ശ്വസിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാനൊരു 11:30 ഒക്കെ ആയപ്പോൾ എത്തി. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുമെന്ന്. അതാണ് ഞാൻ ഉച്ചയ്ക്കുള്ള ഡിഷസൊക്കെ നേരത്തെ വച്ചിട്ട് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എഡിയോസ്.